ഈ കാശ്മീരിൽ എങ്ങനെയായിരുന്നു? കാശ്മീരിൽ ആൻറ്റി ടെററിസം ഓപ്പറേഷൻ ഇപ്പോഴും ഉണ്ട്. അന്ന് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നു? കാശ്മീരിൽ ഞാനവിടെ എത്തുമ്പോൾ തന്നെ അവിടെ അത്ര നല്ലൊരു കാലാവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മിലിറ്ററി ക്യാമ്പിൻ്റെ തൊട്ടടുത്തായിരുന്നു ബേസ് ഹോസ്പിറ്റൽ. ഈ 92 ബേസ് ഹോസ്പിറ്റൽ പറയും, ആർമിയുടെ വലിയ ഹോസ്പിറ്റലാണ്, കാശ്മീരിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഏറ്റവും ഫസ്റ്റ് പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ ഫയറിൻ്റെ ഇതുണ്ടല്ലോ, ഫയർ എക്സ്റ്റിംഗ്വിഷർ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഇത് എമർജൻസി ആംബുലൻസൊക്കെ പോകുന്നത് ഞങ്ങളുടെ ക്യാമ്പിൽ നിന്നാണ്. അപ്പോൾ ഈ ഓൾറെഡി ഈ ഓർഡിനൻസ് ഡിപ്പോ എന്ന് പറയുമ്പോൾ ക്ലോത്തൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫയർ എഞ്ചിൻ ഉണ്ടാവും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എമർജൻസി ഞങ്ങളെ പോയി. അപ്പോൾ ഹെലികോപ്റ്ററിൽ ചില ദിവസങ്ങളൊക്കെ ചിലപ്പോൾ 20, 30, 40 ഡെഡ് ബോഡീസ് വരും, കാഷ്വാലിറ്റീസ് വരും, ബോഡീസ് വരും, ഒക്കെ വരും. ഞങ്ങളുടെ അടുത്തുള്ള ഹെൽപ്പായിട്ടാണ് ഇറങ്ങുക. ഞങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു അതിനെ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുക. അന്നും നമ്മളെല്ലാം പറയും ശാന്തമെന്ന് പറഞ്ഞാലും അന്നും ഇതിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. 2002 സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ശ്രീനഗർ കണ്ടോൺമെൻറ്റിൽ നിന്ന് ഒരു 25 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് അവന്തിപ്പുര എന്ന് പറഞ്ഞ എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട്, ആർമി ഏരിയ തന്നെയാണ്. അവിടെ എത്തുമ്പോൾ അന്ന് നമ്മുടെ ബാലാക്കോട്ടിൽ ബ്ലാസ്റ്റായ പോലെ അന്നൊരു ബസ് ബ്ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ബ്ലാസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. പുൽവാമയിൽ ബ്ലാസ്റ്റ് ആയതുപോലെ പുൽവാമ ബ്ലാസ്റ്റ് ആയ പോലെ ഒരു ബ്ലാസ്റ്റ് അന്ന് അവന്തിപ്പുരയിലുണ്ടായിരുന്നു. അന്ന് കാൺവോയ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാൺവോയിൻ്റെ ഇടയിൽ കൂടെ ഒരു ടാറ്റ സുമ ഇടിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന ഇഷ്ടികൻ്റെ അകത്ത് ബോംബുണ്ടായിരുന്നു, അത് ബ്ലാസ്റ്റായി 23 പേര് അന്ന് സ്പോട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ചുറ്റുള്ളവർ മരിച്ചു, ഞാൻ അത്ഭുതമായി രക്ഷപ്പെട്ടു. അത് എങ്ങനെ? ഞാൻ ഉറക്കമായിരുന്നു രാത്രി മുഴുവൻ. നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ്. കാരണം ആ കാശ്മീരിൽ നിന്ന് നാട്ടിലേക്ക് വരിക പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വിഷു വരുന്ന പോലെയാണ്. കാരണം പട്ടാള ജീവിതത്തിൽ നിന്ന് നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും കൂട്ടി എല്ലാവർക്കും ഉള്ള ട്രീറ്റ് കൊടുത്ത് വെളുക്കോളം ഉറങ്ങാൻ പറ്റില്ല. അവിടെ കാർഡ്സൊക്കെ കളിച്ച് ഒരു ആഘോഷമാണ്. നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ നിന്ന് വരികയാണെങ്കിലും ആഘോഷമാണ്. കാരണം നാട്ടിൽ നിന്ന് പോകുമ്പോൾ നാട്ടിലെ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി അതെല്ലാം ഇന്ന് റൗണ്ടിൽ തിന്ന്, അതായത് അവിടെ ആകെ ഉള്ളൊരു എൻജോയ്മെൻറ്റ് അതാണ്. പുറത്ത് പോകാൻ പറ്റത്തില്ല, ക്യാമറ പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രാത്രി മുഴുവൻ നമ്മൾ കാർഡ്സൊക്കെ കഴിഞ്ഞ 2:30 കളിയൊക്കെ അവസാനിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് 3:30 പോയിരുന്ന് 7:30, 8 മണിയാകുമ്പോഴേക്ക് ബ്ലാസ്റ്റായി. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ 2 സീറ്റിൻ്റെ അടിയിൽ തലവെച്ച് കിടന്ന് മടിയിൽ കുഞ്ഞു ബാഗ് വെച്ച് കിടന്നുറങ്ങിപ്പോയി. ഇതെല്ലാം സംഭവിച്ച് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ മുകളിലൂടെ ഇഷ്ടയൊക്കെ പോയി അടുത്തിരിക്കുന്നത് തലയെ കടിച്ച് ഇതെല്ലാം തെറിച്ച് പോയി. ലെഫ്റ്റ് സൈഡിലുള്ള ആളെല്ലാം പീസായി. എൻ്റെ ദേഹത്ത് മൊത്തം ഇറച്ചിയും ബ്ലഡും ഇഷ്ടപ്പൊടിയും മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ 2 സീറ്റിൻ്റെ അടിയിൽ വവ്വാല് പോലെ തൂങ്ങി കിടന്നുപോയി. ആ ബസ് തകർന്നു. ബസ്സെല്ലാം പീസായി. ഡ്രൈവറൊന്നും ഇല്ല. കാരണം നമ്മൾ കറക്റ്റ് വേവ് ലെങ്ത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പുറകെ വരുന്നത് ഓഫീസേഴ്സ് ബസ്സാണ്. പക്ഷേ ജവാൻസിനൊക്കെ വെച്ചാൽ നമ്മുടെ നോർമൽ ബസ്സും അവർക്ക് AC ബസ്സായിരുന്നു, അത് ആർമി ബസ് തന്നെയാണ്. അപ്പോൾ ഇടയിലൊരു സുമോ വന്ന് കയറിയപ്പോൾ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡ്രൈവർ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ വണ്ടി പുറകിലോട്ടായല്ലോ. അപ്പോൾ ഓഫീസേഴ്സ് ബസ് വന്ന് എത്തേണ്ട സമയത്താണ് ബ്ലാസ്റ്റിംഗ് അവരുടെ പ്ലാൻ. പക്ഷേ ഈ സുമോ വന്ന് കയറി സൈഡ് കൊടുത്തപ്പോൾ നമ്മുടെ വണ്ടി സ്പീഡ് ഡൗൺ ആയപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത ബസ്സായിരുന്നു ആ എക്സാക്ട് പൊസിഷനിൽ വന്ന് എത്തിയത്. അവിടെ വെച്ച് ബ്ലാസ്റ്റായി. ഇല്ലെങ്കിൽ ആ ഓഫീസർ ബസ്സായിരുന്നു ബ്ലാസ്റ്റ് ആവുക. അതാണ് ഉദ്ദേശിച്ചിരുന്നത് അവർ. അതെ, അവരുടെ ഉദ്ദേശം അതായിരുന്നു. പക്ഷെ നടന്നത് തിരിച്ചായി പോയി. അപ്പോൾ പരിക്കൊന്നും പറ്റിയില്ല? ഒരുപാട് പേർക്കുണ്ടായിരുന്നു. ദേഹത്ത് മുഴുവൻ ഇഷ്ടിയും ഗ്ലാസ്, വണ്ടിൻ്റെ ഗ്ലാസ് എല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. കയ്യിൽ പ്രശ്നമുണ്ടായിരുന്നു. നടുവെല്ലാം ഇനി കിടക്കുന്നുണ്ട്. ഇഷ്ടി വന്ന് അടിച്ചിട്ട് നടുവെല്ലാം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് റിക്കവർ ആയത്. എന്നിട്ട് നാട്ടിലോട്ട് പോകുന്നു ഞാൻ. നാട്ടിൽ വന്നിട്ടൊക്കെയാണ് ചികിത്സ ചെയ്തത്. കാരണം നാട്ടിലേക്ക് വരിക എന്നുള്ള ആ മൂഡിൽ ഞാൻ നിന്നില്ല. അവിടെ നിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലെന്ന് വന്ന് ഡൽഹി വന്ന് ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ എടുത്ത് നേരെ ട്രെയിനിൽ നാട്ടിലോട്ട് വന്നു. അങ്ങനെ ഒരു അനുഭവം പട്ടാളത്തിൽ ഉണ്ടായിട്ടുണ്ട്.